ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി നിർമ്മിച്ചത് 38 തേജസ് വിമാനങ്ങളാണ്. അതിലൊരു വിമാനം നമുക്ക് ജസൽമീറിൽ നഷ്ടപ്പെടുകയുണ്ടായി, പൈലറ്റ് രക്ഷപ്പെടുകയുണ്ടായി. രണ്ടാമത്തെ വിമാനവും പൈലറ്റുമായി ദുബായ് എയർ ഷോയ്ക്കിടെ തകർന്നു വീഴുകയുണ്ടായി. അതിനെപ്പറ്റി HAL ഇപ്പോൾ ഒരു പുതിയ പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. HAL ഈ പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നത്, അവർ പറയാൻ ശ്രമിക്കുന്നത്, ഇങ്ങനെയുള്ള മാനോവറിങ്ങിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ സ്വാഭാവികമാണ്, അത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, എന്നാൽ ഒഴിവാക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ്. ഈ സമയത്ത് ബ്ലെയിം അല്ല വേണ്ടത്, ഞങ്ങൾക്ക് സപ്പോർട്ടാണ് വേണ്ടത് എന്നാണ് HAL എഴുതിയിരിക്കുന്നത്. അതായത് കുറ്റപ്പെടുത്തലുകളല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തിന് വേണ്ടി നിരന്തരം വർഷങ്ങളോളമായി, ഏകദേശം ഒരു നൂറ്റാണ്ടോളമായി ഭാരതത്തിന് വേണ്ടിയിട്ട്, ഭാരതത്തിൻ്റെ എയറോനോട്ടിക്സ് മേഖലയ്ക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ഒരു വിഭാഗമാണ് HALും അതിലെ ജീവനക്കാരും. അവരുടെ കഷ്ടപ്പാടുകൾ നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളാരും കൈയടി കൊടുത്തില്ലെങ്കിലും ഇത്തരം ബുദ്ധിമുട്ടേറിയ സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് അവർക്ക് വളരെ ആവശ്യമാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ ശ്രമിക്കുന്നതും അതിന് വേണ്ടിയിട്ടാണ്. HALന്റെ ശ്രമങ്ങൾ നമുക്ക് ഒട്ടും കുറച്ചു കാണാൻ സാധിക്കത്തില്ല. ഓരോ തിരിച്ചടിയിൽ നിന്നും ഉയർന്ന കൂടുതൽ ഉയരങ്ങളിലേക്ക് പോയ ഒരു റെക്കോർഡാണ് HALനും ഇന്ത്യക്കും ഇന്ത്യൻ എയർഫോഴ്സിനും ഒക്കെ ഉള്ളത്. തീർച്ചയായിട്ടും ഇത്തരം ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ ജനങ്ങളിൽ നിന്നും നമ്മുടെ പൗരന്മാരിൽ നിന്നും കുറ്റപ്പെടുത്തലല്ല അവർ പ്രതീക്ഷിക്കുന്നത്. കൈയടിച്ചില്ലെങ്കിലും അവരെ കുറ്റപ്പെടുത്താതിരിക്കുക, നിങ്ങൾ കൊടുക്കുന്ന ഓരോ സപ്പോർട്ടും മുന്നോട്ടുള്ള ഓരോ കുതിപ്പിനും കാരണമാവും. 2 ദിവസത്തിന് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു സെന്റൻസ് നമ്മൾ ഓർക്കുക. റോക്കറ്റിന്റെ ഭാഗങ്ങൾ സൈക്കിളിന്റെ പുറകിൽ വെച്ച് കെട്ടിക്കൊണ്ട് ആണ് നമ്മൾ ആദ്യത്തെ റോക്കറ്റ് പരീക്ഷണങ്ങൾ ഇന്ത്യയിൽ ചെയ്തത്. അത് വേറെങ്ങുമല്ല, നമ്മുടെ സ്വന്തം നാടായ തിരുവനന്തപുരത്ത് തന്നെയാണ്. അതിന്റെ പടവും അദ്ദേഹം കോട്ട് ചെയ്തിരുന്നു. ഒരു സൈക്കിളിന്റെ പുറകെ കാളവണ്ടിയിലും റോക്കറ്റിന്റെ ഭാഗങ്ങൾ വഹിച്ചുകൊണ്ടുപോയി അത് വിക്ഷേപിച്ച് വിജയിപ്പിക്കാനുള്ള കരുത്തുള്ള ശാസ്ത്രജ്ഞന്മാരാണ് നമ്മുടെ മുതൽക്കൂട്ട്. അവരെ എല്ലാ രീതിയിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കുകയും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് അവരല്ല നന്നാക്കുന്നത്, നമ്മളെ തന്നെയാണ് നന്നാക്കുന്നത്. അവർ നേടിത്തരുന്ന ഇന്ത്യയിലെ സ്പേസ് രംഗത്തായാലും വൈമാനിക രംഗത്തായാലും ഇന്ത്യ നേടിയ നേട്ടങ്ങളൊന്നും ഒരു രാത്രി കൊണ്ട് ഉണ്ടാക്കിയതല്ല. ഓരോ രാത്രിയും ഉറക്കമുളഞ്ഞ് പരിശ്രമിച്ച് ഓരോ പരാജയങ്ങളെയും അതിജീവിച്ച് ഓരോ വെല്ലുവിളികളെയും നേരിട്ടാണ് നമ്മൾ ഓരോ ഇഞ്ചും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ HAL പോലുള്ള ഒരു സ്ഥാപനം ഇങ്ങനെ ഒരു പത്രക്കുറിപ്പ് ഇറക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ഈ വിജയം ആഘോഷിക്കാൻ ചില കുബുദ്ധികളെങ്കിലും ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ്.